ടിവിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, എല്ലാവരും കർത്താവിൽ സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കർത്താവ് നമ്മളെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ദേവദാസിയാണ് കടന്നു വന്നിരിക്കുന്നത്. തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം ഷെയർ ചെയ്യേണ്ടതിന് ആ പ്രിയ കർത്താവിൻ്റെ ദാസിയെ ജോയ്സ് ടിവിയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ലോർഡ് സിസ്റ്റർ, എന്തുകൊണ്ട് വിശേഷം? സന്തോഷമായിരിക്കുന്നു. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. ജീവിതത്തിലെ ദൈവം നടത്തിയ വിധങ്ങളും വഴികളും ഒക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. അതൊക്കെ ഷെയർ ചെയ്യുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനാൽ നന്ദി കർത്താവേ. ഹല്ലേലൂയ. അപ്പാ ദാസ്യ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം ഷെയർ ചെയ്യുവാനുള്ള എല്ലാ ദൈവകൃപയും പരിശുദ്ധാത്മാവ് നിന്റെ ദാസിക്ക് കൊടുക്കുമാറാകണമേ. വായോടും നാവോടും അങ്ങ് കൂടെ ഇരിക്കുമാറാകണമേ കർത്താവേ. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് നിന്റെ ദാസിയെ ബലപ്പെടുത്തുമാറാകണമേ. കേൾവിക്കാരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിച്ചാട്ട് നമ്മുടെ കരങ്ങളെ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ലോർഡ് സിസ്റ്ററെ, ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ സന്തോഷമുണ്ട്. എവിടുന്നാണ് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് ഒന്ന് പറഞ്ഞാട്ട്? തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ്. ഓക്കെ ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. വീട്ടില് ആരൊക്കെയുണ്ട്? ഞാനും എൻ്റെ മകനും. ഓക്കെ ഓക്കെ, കർത്താവ് നിങ്ങളെ അമ്മയും മോനെയും കർത്താവ് സഹായിക്കട്ടെ. ഇനിയുള്ള സമയം ഞാൻ നൽകി തരികയാണ് പ്രിയ സിസ്റ്ററിന്. ജീവിതത്തിൻ്റെ അനുഭവം ഷെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു സിസ്റ്റർ. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ജോയ്സ് ടി വി പ്രേക്ഷകരോടൊപ്പം കർത്താവിൻ്റെ വിലയേറിയ സാക്ഷ്യങ്ങളെ പങ്കുവയ്ക്കുവാൻ കർത്താവ് തന്ന വിലയേറിയ ഭാഗ്യത്തിന് ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദി പറയുന്നു. ഇതിലേക്ക് എന്നെ ക്ഷണിച്ചതായ കർത്തൃദാസി റേച്ചൽ മാത്യു സിസ്റ്ററിനും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ നന്ദിയും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എൻ്റെ പേര് കവിത പി വി. ഞാൻ ജനിച്ചു വളർന്നത് തിരുവനന്തപുരം ജില്ലയിൽ കളത്തുകാൽ എന്ന് പറയുന്ന ഒരു ദേശത്താണ്. എൻ്റെ പിതാവിൻ്റെ പേര് വിൽസൺ, എൻ്റെ മാതാവിൻ്റെ പേര് പ്രൊഫ. എൻ്റെ പപ്പ 3.5 വർഷങ്ങൾക്ക് മുൻപ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. എൻ്റെ അമ്മ 6 മാസങ്ങൾക്ക് മുൻപ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. എനിക്കൊരു സഹോദരിയുണ്ട്. എൻ്റെ ഒരു മകനുണ്ട്. മകന് 19 വയസ്സായി. മകൻ്റെ പേര് രഹൻലാൽ എന്നാണ്. എൻ്റെ ബാല്യകാല അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണെങ്കിൽ, ഞങ്ങൾ നാമധേയ ക്രിസ്ത്യാനികളായിട്ടാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. ഞങ്ങളുടെ ദേശത്ത് വളരെ ചുരുക്കമായിട്ട് മാത്രമാണ് പെന്തക്കോസ്ത് അനുഭവത്തിലുള്ള ആൾക്കാരുണ്ടായിരുന്നത്. ആ സമയത്ത് ഞാൻ എൻ്റെ കുട്ടിയായിരിക്കുമ്പോൾ ഞാൻ ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു ഭവനത്തിൽ കളിക്കുവാൻ പോകുമായിരുന്നു. അങ്ങനെ കളിക്കാൻ പോകുമ്പോൾ അന്ന് ഞാൻ പോയ ദിവസം അവിടെ ഒരു ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കപ്പെട്ട ഒരു ദിവസമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവരിയ്ക്കുന്ന ഉച്ച സമയത്താണ് ഞാൻ പോയത്. അവിടെ കടന്നു പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു കർത്തൃദാസൻ എന്നെ നോക്കിയിട്ട്, ഈ കുട്ടി ദൈവത്തിന്റെ വേലയ്ക്ക് വിളിയുള്ളവളാണ്, ഈ കുഞ്ഞിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണമെന്ന് അവിടെ ഇരുന്നവരോട് പറയുകയും എല്ലാവരും ചേർന്ന് എന്നെ മധ്യത്തിൽ പിടിച്ച് നിർത്തിയിട്ട് എൻ്റെ തലയിൽ കൈ വെച്ച് എന്നെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ വീടിനടുത്ത് ഒരു ദൈവദാസൻ ഫാമിലി ഉണ്ടായിരുന്നു. അവർ എല്ലാ വർഷവും കൺവെൻഷൻ വയ്ക്കുമായിരുന്നു. ഈ കൺവെൻഷനിൽ കർത്തൃദാസൻ മൈക്കിലൂടെ പറയുന്ന അന്യഭാഷ ഞാനത് കാണാതെ പഠിക്കുകയും എൻ്റെ വീട്ടിലെ വരുന്ന ബന്ധുക്കളോടൊക്കെ ഞാനത് പറയുകയും ഞങ്ങളെല്ലാവരും ആസ്വദിച്ച് പെന്തക്കോസ് കൂട്ടായ്മക്കാരെ അന്യഭാഷയൊക്കെ കളിയാക്കി ചിരിക്കുന്ന ഒരു അനുഭവമൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് എൻ്റെ ബാല്യകാല അനുഭവം എനിക്ക് പറയുവാനുള്ളത്. വളരെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ വിവാഹം കഴിഞ്ഞു 3 വർഷമായപ്പോൾ എനിക്കൊരു കുഞ്ഞ് ജനിച്ചു. എൻ്റെ മകന് 1.25 വയസ്സായപ്പോൾ മുതലാണ് എൻ്റെ കർത്താവിനോട് കൂടുതൽ അടുക്കുവാനും കർത്താവിൻ്റെ സ്നേഹത്തെ രുചിച്ചറിയുവാനും കർത്താവ് എനിക്ക് ഭാഗ്യം തന്നത്. എൻ്റെ മകൻ ജനിച്ചത് സെർബൽ പാൾസി എന്ന രോഗബാധിതനായിട്ടാണ് എൻ്റെ മകൻ ജനിച്ചത്. അങ്ങനെ വളരെ വിഷമത്തോടെ സങ്കടത്തോടെയും ആയിരുന്നപ്പോൾ കുടുംബജീവിതം തകർന്ന അവസ്ഥ, മകൻ ഇങ്ങനെ ഒരു രോഗാവസ്ഥയിൽ, ആ സമയത്ത് എൻ്റെ വീടിനടുത്തുള്ള ഒരു ആൻറ്റി എന്നെ വിളിച്ചു. അവരുടെ സഭയിൽ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ ലാസ്റ്റ് വീക്കായിരുന്നു. എന്നെ അവിടെ കൊണ്ടുപോവുകയും മോള് കടന്നു വരുമ്പോൾ മോളുടെ അവസ്ഥകൾക്കൊക്കെ ഒരു മാറ്റം വരുമെന്നൊക്കെയും പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ കടന്നു പോവുകയും
അവിടെ ആ ഒരു ദിവസം കടന്നു പോയപ്പോൾ എനിക്ക് വളരെ സന്തോഷം സമാധാനവും ഒക്കെ ഉണ്ടായി. പിന്നെ ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. എനിക്ക് പിറ്റേ ദിവസവും പോകണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ പിറ്റേ ദിവസവും പോയപ്പോൾ അവിടെ കൂടിയിരുന്ന എല്ലാവരും അന്യഭാഷയിൽ ആരാധിക്കുന്നത് കണ്ടപ്പോൾ നോക്കി ഞാനിങ്ങനെ അവരോട് ചിന്തിച്ചു, ഇവർ ഇതെന്ത് ഭാഷയാണ് പറയുന്നത്, ഇതെന്താണ് ഇവർ സംസാരിക്കുന്നത്, ഇതുപോലെ എനിക്കും പറയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ അവിടെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ വലിയൊരു ആത്മശക്തി എൻ്റെ മേൽ വരികയും ഞാൻ അന്യഭാഷ അടയാളത്തോടെ എന്റെ കർത്താവിന്റെ സന്നിധിയിൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരികയും ചെയ്തു. ഇതെനിക്ക് കർത്താവ് തന്ന വലിയൊരു സാക്ഷ്യമാണ്. കാരണം എൻ്റെ ബാല്യകാലത്ത് ഞാൻ ഒരു കർത്തൃദാസൻ പറഞ്ഞതായ അന്യഭാഷയെ കാണാതെ പഠിച്ച് വീട്ടുകാരുടെ മുന്നിൽ അവതരിപ്പിച്ചു കളിച്ച് ചിരിച്ച ആ എന്നെ അന്യഭാഷ അടയാളത്തോടെ തന്നെ കർത്താവ് രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളൊരു വലിയൊരു അത്ഭുത സാക്ഷ്യം എൻ്റെ ജീവിതത്തിൽ എനിക്ക് എൻ്റെ കർത്താവ് തന്നു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ സഭയില് തൊട്ട് അടുത്ത ചില മാസങ്ങൾക്കുള്ളിൽ തന്നെ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടത്തുകയുണ്ടായി. ആ ഉപവാസ പ്രാർത്ഥനയുടെ സമയത്ത് എനിക്കൊരു രോഗാവസ്ഥ ഉണ്ടായിരുന്നു. അത് ഞങ്ങളുടെ ഡോക്ടറെ അടുത്തൊന്നും പോയി ഞങ്ങൾ കൺഫേം ചെയ്തതല്ല. എൻ്റെ മകനെ ചികിത്സിക്കാൻ വന്ന വൈദ്യരോട് എൻ്റെ ലക്ഷണമൊക്കെയും പറഞ്ഞു, അത് ചോദിച്ചു. അത് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, മോള് വിഷമിക്കണ്ട, പേടിക്കണ്ട, യൂട്രസിൽ ക്യാൻസറിന്റെ ഒരു ആരംഭമാണ്, അങ്കിൾ ഒരു ലേഹ്യം തരാം, അത് കഴിക്കുമ്പോൾ അങ്ങ് മാറുമെന്ന് പറഞ്ഞു. എന്നാൽ ആ ചെറിയ ചെറുപ്പത്തില് മരുന്നൊന്നും കഴിക്കുവാനുള്ള ഒരു മടിയൊക്കെ കൊണ്ട് ഞാൻ അതങ്ങനെ കഴിക്കില്ലായിരുന്നു. ഓരോ മാസവും ബുദ്ധിമുട്ട് വരുമ്പോൾ അല്പം എടുത്ത് കഴിക്കുമായിരുന്നു. അങ്ങനെ ആയിരുന്ന സമയത്താണ് കർത്തദാസൻ സഭയിൽ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന പ്രഖ്യാപിച്ചത്. 7 ദിവസം കർത്താവിൽ ആശ്രയിച്ച് ഞാൻ ഉപവസിച്ചു. 4-ാമത്തെ ദിവസം കർത്തദാസൻ എന്റെ തലയിൽ കൈവച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, ഈ ശരീരത്തിൽ ക്യാൻസർ ഇട്ട് വ്യാപരിക്കുന്ന ദുഷ്ടവ്യാപാരമേ ഈ ശരീരത്തെ വിട്ടുപോന്ന് പറഞ്ഞു. അന്ന് അവിടെ വെച്ച് ആ രോഗത്തിന് കർത്താവ് എനിക്ക് സൗഖ്യം തന്നു. നാളിതുവരെയും ഇന്നുവരെയും ആ രോഗ സൗഖ്യത്തോടെ തന്നെ ഞാൻ ആയിരിക്കുന്നു. അതുപോലെ എനിക്ക് തൈറോയിഡിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ ഉപവാസത്തിൽ തന്നെ കർത്താവ് ആ തൈറോയിഡ് എന്ന രോഗവും എന്നിൽ നിന്ന് മാറ്റി. അപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ യേശു കർത്താവ് രോഗസൗഖ്യം തരുന്ന ഒരു ദൈവമാണെന്ന് എനിക്ക് മനസ്സിലായി. അന്നു മുതൽ ഞാൻ എൻ്റെ മകന് വേണ്ടിയിട്ട് ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും തുടങ്ങി. എൻ്റെ മകന്റെ അവസ്ഥയെന്ന് വെച്ചാല്, എൻ്റെ മകൻ ജനിച്ചപ്പോൾ തന്നെ ഒരമ്മയുടെ മുലപ്പാൽ പോലും വലിച്ചു കുടിക്കുവാൻ കഴിവില്ലാത്തൊരു മകനായിട്ടാണ് അവൻ ജനിച്ചത്. ഒരു മനുഷ്യ രൂപത്തിൽ അവൻ ജനിച്ചു എങ്കിലും മനുഷ്യൻ്റെതായ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളൊന്നും തന്നെ എൻ്റെ മകൻ ഇല്ലായിരുന്നു. കാഴ്ച വളരെ കുറവ്, അവൻ ആഹാരം നമ്മളെ പോലെ ഇറക്കാനുള്ള ഒരു കഴിവില്ല, ബുദ്ധിയില്ല, കൈകാലുകൾ അനക്കുക മാത്രം ചെയ്യും, അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. പിന്നത്തേതിൽ എൻ്റെ മകന് വേണ്ടി ഞാൻ ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും തുടങ്ങി. എൻ്റെ മകന് കർത്താവ് ബുദ്ധി കൊടുത്തു. അവന് ശരിക്കും ഒരു ചെരുപ്പിട്ട് കാണാൻ ഞങ്ങൾ കൊതിച്ചിട്ടുണ്ട് എൻ്റെ മകന്. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. ചെരുപ്പിട്ട് കൊടുത്താൽ അത് ഊരി വീണു പോകും, അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു കാലൊക്കെ. അപ്പൊ എൻ്റെ മോന് 2.25 വയസ്സായ സമയത്ത് ഞങ്ങളുടെ സഭയില് 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന പ്രഖ്യാപിച്ചു. ദൈവത്തിൽ ആശ്രയിച്ച് ഞാൻ 21 ദിവസം ആദ്യമായി ഞാൻ ഉപവസിച്ച സമയത്ത് 2.25 വയസ്സ് വരെ കൈകാലുകൾ ചലിപ്പിക്കുക മാത്രം ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ മകൻ 17-ാമത്തെ ദിവസം കൈ എടുത്ത് എല്ലാവർക്കും പ്രൈസ് ദി ലോർഡ് കൊടുത്തു. അന്ന് മുതൽ കയ്യിൽ എല്ലാ സാധനങ്ങളും പേനയൊക്കെയും പിടിക്കാൻ തുടങ്ങി, സാധനങ്ങൾ ഹോൾഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ കർത്താവിന് ജന്മനാലുള്ള രോഗത്തെയും സൗഖ്യമാക്കുവാൻ കഴിവുള്ള ഒരു ദൈവമാണെന്ന്. കാരണം മെഡിക്കൽ സയൻസിൽ പറയും ജന്മനാലുള്ള രോഗമൊന്നും സൗഖ്യമാകുകയില്ല എന്നാണ് പറയുന്നത്. അപ്പൊ എൻ്റെ മകൻ ഇങ്ങനെ മാറ്റം വന്നപ്പോൾ ദൈവസന്നിധിയിൽ ഞാൻ പറഞ്ഞു, കർത്താവെ, സൃഷ്ടികർത്താവിന് സൃഷ്ടിയുടെ ഏത് കുറവും പോക്കുവാൻ കഴിവുണ്ടല്ലോ കർത്താവെ, ഇത് മരുന്നിനാലല്ല വൈദ്യനാലല്ല എൻ്റെ യഹോവയാൽ സംഭവിച്ചു എന്നൊരു വലിയ സാക്ഷ്യ ജീവിതം ഞങ്ങൾക്ക് തരണമേന്ന് പറഞ്ഞ് അന്ന് മുതൽ എൻ്റെ കുഞ്ഞുമായ എല്ലാ മീറ്റിങ്ങുകൾക്കും പങ്കെടുക്കുകയും പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. എൻ്റെ മകന് 1.25 വയസ്സായപ്പോൾ കർത്തൃദാസൻ സഭയിൽ വചന ശുശ്രൂഷ സമയത്ത് ഇപ്രകാരം പറഞ്ഞു, അമ്മമാർക്ക് മക്കളുടെ അധികാരമുണ്ട്, മക്കളുടെ തലമേൽ കൈവച്ച് പ്രാർത്ഥിക്കാനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്, അങ്ങനെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. നമ്മുടെ മക്കളെ ദൈവനാമത്തിൽ വളർത്തിയെടുക്കണമെങ്കിൽ കർത്താവിൽ ആശ്രയിക്കണമെന്നൊക്കെയും കേട്ടു. അന്നു മുതൽ ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് രാത്രിയുടെ യാമങ്ങളിൽ എൻ്റെ മകന്റെ തലയിൽ കൈവച്ച്, അന്ന് എൻ്റെ മകൻ സംസാരിക്കില്ലായിരുന്നു. അവൻ അമ്മയ്ക്ക് മാ എന്നാണ് പറയുന്നത്, കാക്കയെന്ന് നമ്മൾ കാണിച്ചു കൊടുത്താൽ കായെന്ന് പറയും. അങ്ങനെ ഒരക്ഷരമാണ് എൻ്റെ മകൻ സംസാരിക്കുന്നത്. എന്നാൽ എൻ്റെ കർത്താവിൽ പൂർണ്ണ പ്രത്യാശയോടെ ഞാൻ എൻ്റെ മകന്റെ തലയിൽ കൈവച്ച്
ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവേ, അങ്ങാലുള്ള ദൈവമേ, അങ്ങ് ഇവനെ വളർത്തണം, അങ്ങ് ബുദ്ധി ഉപദേശിച്ച് ഇവനെ വളർത്തണം, അങ്ങയുടെ ദൈവകൃപയിൽ ഇവനെ അങ്ങ് വളർത്തണമേ, ആക്കി മാറ്റണമേ എന്നൊക്കെയും പറഞ്ഞ് ഞാൻ ദൈവസന്നിധിയിൽ എൻ്റെ കുഞ്ഞിന്റെ തലയിൽ കൈവച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. കർത്താവിന്റെ കൃപയാൽ 3 വയസ്സായപ്പോഴാണ് ആദ്യമായി എൻ്റെ മകൻ ഒരു വാക്ക് പറഞ്ഞത്. ആദ്യമായി എൻ്റെ മകൻ പറഞ്ഞ വാക്ക് കാർഡ് എന്നാണ്. അതിനുശേഷം ഓരോ പ്രാവശ്യം എൻ്റെ മകന്റെ സംസാരത്തിന് ഇമ്പ്രൂവ്മെന്റ് ആയി. ഇപ്പോഴും സ്ഫുടത ഇല്ലെങ്കിലും അവൻ സംസാരിച്ചു തുടങ്ങിയപ്പോൾ അവന്റെ നാവിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും ഞങ്ങൾക്ക് ആശ്ചര്യമായി തോന്നി. കാരണം അതുപോലെ പക്വതയോടെ, വളരെ പക്വത നിറഞ്ഞതായ, ദൈവകൃപ നിറഞ്ഞതായ സംസാരവും പെരുമാറ്റവുമാണ് എൻ്റെ മകൻ ഉണ്ടായത്. എൻ്റെ കർത്താവിൽ ആശ്രയിച്ച് ഞാൻ അപ്രകാരം പ്രാർത്ഥിച്ചത് കൊണ്ടാണ് എൻ്റെ മകൻ അപ്രകാരം ഇങ്ങനെ ഒരു പക്വതയോടെ എൻ്റെ മകൻ വളർന്നു വന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ആയിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ മകന് 4.5 വയസ്സായപ്പോഴാണ് എൻ്റെ മകൻ ചോറ് കഴിച്ചു തുടങ്ങിയത്. അതുവരെ ഞങ്ങൾ കുറുക്കാണ് എൻ്റെ മകന് കൊടുത്തുകൊണ്ടിരുന്നത്. ഞാൻ രക്ഷിക്കപ്പെടുന്ന നാൾ വരെയും 4 മാസം മുതൽ 1.25 വയസ്സ് വരെ എൻ്റെ മകന് ഭക്ഷണം കൊടുക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാല്, ഞാൻ കുറുക്ക് രൂപത്തില് ആക്കിയിട്ട് ഒരു ലിക്വിഡ് പോലെ ആക്കിയിട്ട് എൻ്റെ മകന് ഞാനൊരു പിച്ച് കൊടുക്കും. അപ്പോൾ എൻ്റെ കുഞ്ഞ് കരയുമ്പോൾ ഞാൻ വായിൽ ഒഴിച്ചു കൊടുക്കും. അപ്പൊ എങ്ങനെയെങ്കിലും ഒന്ന് ശ്വാസം എടുക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞ് അത് കുടിച്ചിറക്കും. അങ്ങനെ ആയിരുന്നു 4 മാസം മുതൽ 1.25 വയസ്സ് വരെ ആയിരുന്ന അവസ്ഥ. എൻ്റെ മകന് ഫുഡ് കൊടുത്ത് കഴിയുമ്പോൾ ഞാനും കരയും, എൻ്റെ മകനും കരയും. അങ്ങനെ ദാരുണമായ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷയുടെ അനുഭവത്തിലേക്ക് ഞാൻ കടന്നു വന്ന സമയം മുതൽ എൻ്റെ മകൻ ഓരോരോ മാറ്റങ്ങൾ എൻ്റെ കർത്താവ് കൊടുത്തു. 4.5 വയസ്സ് മുതൽ അവൻ ആഹാരം നന്നായി കഴിക്കുവാൻ തുടങ്ങി. അവൻ 5 വയസ്സ് വരെയും യൂറിൻ കൺട്രോൾ ഇല്ലായിരുന്നു. അവന് യൂറിൻ മൂത്രം ഒഴിക്കണമെന്ന് തോന്നുമ്പോൾ അങ്ങ് ഒഴിക്കും. അത് പറയാൻ അറിയില്ലായിരുന്നു. ഞങ്ങൾ സ്നഗ്ഗി വെച്ചാണ് ഞങ്ങൾ യൂസ് ചെയ്തിരുന്നത്. ആ സമയത്ത് ഞങ്ങൾക്കൊരു നിന്നയുടെ ഒരു അനുഭവം ഉണ്ടായി. മോൻ 5 വയസ്സായപ്പോൾ ആ നിന്നയുടെ അനുഭവം ഉണ്ടായപ്പോൾ ഞങ്ങളുടെ കർത്തൃദാസിയോട് ഞാൻ ഈ വിഷയം ഷെയർ ചെയ്യുകയും, ഞങ്ങൾ ഒരാഴ്ച കർത്തൃദാസിയുടെ ഭവനത്തിൽ പോയിരുന്നു. ഞങ്ങൾ സഭാവിശ്വാസികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. പിറ്റേ ആഴ്ച കർത്തൃദാസി എൻ്റെ ഭവനത്തിൽ വന്നിരുന്നു, ഞങ്ങൾ സഭാവിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇങ്ങനെ ഒരു അനുഭവം ഞങ്ങൾക്കുണ്ടായിരുന്നു. ആ ആഴ്ചയിൽ കർത്തൃദാസി ഞങ്ങളുടെ ഭവനത്തിലായിരുന്നു പ്രാർത്ഥന. ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിച്ചപ്പോൾ ഈ വിഷയം ഞാൻ എൻ്റെ കർത്തൃദാസിയോട് ഷെയർ ചെയ്യുകയും ഞങ്ങൾ ഒരുമിച്ച് കൈകോർത്ത് പിടിച്ചിരുന്ന് ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും, അന്ന് എൻ്റെ കർത്തൃദാസി എൻ്റെ മകന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, മോനെ, ഇന്നു മുതൽ മോൻ ചൂച്ചു പറയണം കേട്ടോ എന്ന് പറഞ്ഞു. അന്ന് മുതൽ ദൈവത്തിന്റെ കൃപയാൽ എൻ്റെ മകൻ യൂറിൻ പാസ് ചെയ്യുമ്പോൾ പറയുവാൻ തുടങ്ങി. ഓർക്കണമേ, 5 വയസ്സ് വരെ 5 വർഷം ശരിക്ക് എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് വളരെ ഒരു ബുദ്ധിമുട്ടേറിയ ഒരു അവസ്ഥയായിരുന്നു. കാരണം രാത്രിയിലൊക്കെ മോൻ യൂറിൻ പാസ് ചെയ്യുമ്പോഴൊക്കെ ഞങ്ങള് ബെഡില് ഞങ്ങൾ ടേബിൾ ക്ലോത്ത് ഒക്കെ വിരിച്ചാണ് കിടക്കുന്നത്. അപ്പൊ ഞാൻ വെയിറ്റ് ആയതുകൊണ്ട് മൂത്രം ഒഴിക്കുമ്പോൾ ഫുൾ എൻ്റെ ദേഹത്താണ് വീഴുന്നത്. അങ്ങനെയായിരുന്നു 5 വർഷവും എൻ്റെ ജീവിതം അങ്ങനെ ആയിരുന്നു. കർത്താവിൽ ആശ്രയിച്ചത് മുഖേന കർത്താവ് ആ അവസ്ഥയ്ക്ക് മാറ്റം തന്നു. അങ്ങനെ ഒരുപാട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി എൻ്റെ മകൻ ഓരോ മാറ്റങ്ങൾ കർത്താവ് തന്നു. ഇങ്ങനെ അവസ്ഥയിലായിരുന്ന എൻ്റെ മകൻ, അവൻ കർത്താവ് അവന് വെളിപ്പാട് ദർശനങ്ങളൊക്കെയും കൊടുത്തു. ഇപ്പോഴും അവൻ കിടപ്പിലാണെങ്കിലും കിടപ്പിൽ കിടന്നുകൊണ്ട് തന്നെ പലർക്കും വേണ്ടി പ്രാർത്ഥിപ്പാൻ കർത്താവ് ഇന്ന് അവനെ ഉപയോഗിച്ചു. അവന് സ്നാനപ്പെട്ടു. അവനൊരു പാട്ട് എഴുതി. അത് പാരഡൈസ് ഡിജിറ്റൽ മീഡിയ എന്ന യൂട്യൂബ് ചാനലില് ആ ഗാനമുണ്ട്. യേശു മാത്രം മതി എനിക്ക്, രഹൻ മോൻ എഴുതിയ ഒരു ഗാനം. അങ്ങനെയൊക്കെയും കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. കവിത, മോനെ എങ്ങനെയാ സ്നാനപ്പെടുത്തിയത്? അതൊന്ന് പറഞ്ഞാട്ടെ, കൊണ്ടുപോയതൊക്കെ. ഒരു 2.5 വർഷം മുൻപ് എൻ്റെ മകന് അവൻ ഇങ്ങോട്ട് പറഞ്ഞു, അമ്മ എനിക്ക് സ്നാനപ്പെടണം അമ്മ എന്ന് പറഞ്ഞു. വളരെ ആഗ്രഹം പ്രകടിപ്പിച്ചു. അങ്ങനെ എൻ്റെ സഹോദരന്റെ സഭയിൽ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയും സ്നാന ശുശ്രൂഷയും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എൻ്റെ മകനെ പുഴയിലോ കുളത്തിലോ അങ്ങനെ ഒരു ടാങ്കിൽ ഒരിക്കലും സ്നാനപ്പെടുത്തരുത്. എനിക്ക് അങ്ങനെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. എന്നാൽ കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. വെള്ളായണി കായലില് എബി എബ്രഹാം പാസ്റ്റർ എൻ്റെ മകനെ സ്നാനപ്പെടുത്തി. അവനെ എടുത്തുകൊണ്ട് പോയി ജലത്തിൽ നിർത്തി. അങ്ങനെയാണ് അവനെ സ്നാനപ്പെടുത്തിയത്. സ്നാന സമയത്ത് അവനോട് ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെയും അവൻ കൃത്യമായ മറുപടി പറഞ്ഞപ്പോൾ കരയിൽ നിന്നിട്ട് ഒത്തിരി ആൾക്കാർ കണ്ണുനീരോടെയാണ് എല്ലാവരും സ്തോത്രം പറഞ്ഞത്. പാസ്റ്റർ പിന്നെ പറഞ്ഞു, എന്റെ ജീവിതത്തിൽ ഒത്തിരി സ്നാന ശുശ്രൂഷകൾ ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഏറ്റവും വിലപ്പെട്ട ഒരു സ്നാന ശുശ്രൂഷ ഞാൻ ഇന്നാണ് ചെയ്തതെന്ന് കർത്തൃദാസൻ പറയുവാനിടയായി.
Praise the Lord. Praise the Lord. ഞങ്ങൾ അപ്പൊ പലര് പിടിച്ചായിരിക്കുമല്ലോ, 2-3 പേരൊക്കെ പിടിച്ചു കാണുമല്ലോ. അതെ ഓക്കെ. അതെ 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 അതെ, ദൈവം ഈ അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും ഞങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഞങ്ങൾക്ക് കർത്താവിന്റെ വേല ചെയ്യണം, കർത്താവിന്റെ വേല ചെയ്യണം, ഇതായിരുന്നു ആഗ്രഹം. അങ്ങനെ എന്റെ തറവാട് വീട്ടിലെ ഞങ്ങൾ പ്രാർത്ഥനകൾ വെക്കുകയും ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ദേശത്ത് നിന്ന് ജനങ്ങളെ വിളിച്ചു കൂട്ടുകയൊക്കെയും ചെയ്തു. ഞങ്ങൾ അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ പല രോഗാവസ്ഥയിലൂടെയൊക്കെയും ഞാനും കടന്നുപോയി. ആ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ പോയി പലർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്റെ രോഗാവസ്ഥയ്ക്കും കൂടെ കർത്താവ് ഭേദം തരുന്നതായ ഒരു അനുഭവം എനിക്കുണ്ടായി. ആ സമയത്ത് എനിക്ക് യൂട്രസിൽ വലിയൊരു ബുദ്ധിമുട്ടുണ്ടായി. പിന്നെയും അപ്പൊ ഡോക്ടർ പറഞ്ഞു 5 മാസത്തിനകം നിങ്ങൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാകുമെന്ന് പറഞ്ഞിട്ട് ചില വിഷയങ്ങൾ എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് വളരെ സങ്കടം തോന്നി. കാരണം എന്റെ പപ്പ എന്നെ പൊന്നുപോലെ എന്റെ മകനെ നോക്കുന്നതാണ്. മകൻ ജനിച്ചപ്പോൾ തന്നെ അവന്റെ അച്ഛൻ ഞങ്ങളെ വിട്ടു പോയതാണ്. അതിനുശേഷം എന്റെ പപ്പ എന്റെ മകനെയും പൊന്നുപോലെ നോക്കുന്ന പപ്പയാണ്. എന്റെ പപ്പയെ ഹോസ്പിറ്റലിലും കൂടെ കർത്താവെ കയറ്റി ഇറക്കേണ്ട ഒരു അവസ്ഥ വരല്ലേ യേശുപ്പാന്ന് പറഞ്ഞിട്ട് ഞാൻ 7 ദിവസം ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ പ്രയർ ഹാളിൽ ഇരുന്നിട്ട് ഞാൻ ഉപവസിച്ചു. ഞാൻ വലിയ ഉപവാസം ഒന്നും അല്ല ചെയ്തത്. ആശ്രയിച്ചാൽ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ള വലിയൊരു സാക്ഷ്യം കർത്താവ് എനിക്ക് തന്നു. കാരണം 7 ദിവസം ഉച്ചവരെ വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വന്നൊരു അല്പസമയമാണ്. പക്ഷെ ഞാൻ എന്റെ കർത്താവിൽ ആശ്രയിച്ച് എനിക്ക് ഈ രോഗത്തിൽ നിന്ന് കർത്താവ് പൂർണ്ണ വിടുതൽ തരണമേ, എന്റെ പപ്പയെ കഷ്ടപ്പെടുത്താൻ അനുവദിക്കല്ലേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. കർത്താവിന്റെ കൃപയാൽ ആ 7 ദിവസം കൊണ്ട് പൂർണ്ണമായി കർത്താവ് ആ രോഗത്തിൽ നിന്ന് എനിക്ക് സൗഖ്യം തന്നു. അങ്ങനെ ഞങ്ങളായിരുന്നപ്പോൾ അവിടെ നിന്ന് ആ തറവാട് വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് മാറേണ്ടതായ ഒരു അവസ്ഥ വന്നു. അങ്ങനെ ഞങ്ങൾ പല വാടക വീടുകൾ നോക്കി. അങ്ങനെ ഞങ്ങൾ ഒരു വീട് നോക്കിയപ്പോൾ ആ വീടിന്റെ വലിയൊരു ഹാള് കണ്ടു. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കർത്താവെ എനിക്കിവിടെ പ്രാർത്ഥന വെക്കാമല്ലോ. കാരണം അതിനു മുൻപ് എന്റെ തറവാട്ടിൽ ഞാൻ പ്രാർത്ഥന വെക്കുമെങ്കിലും എന്റെ വീട്ടുകാർ ഭയങ്കര എതിർപ്പാണ്. കാരണം ഒരു സാധാരണ അപ്പനും അമ്മയും ആയതുകൊണ്ട് ഞാനിങ്ങനെ ഒരു രണ്ടാമതൊരു ജീവിതത്തെ കുറിച്ചൊന്നും ആഗ്രഹിക്കാതെ അപ്പൊ എന്റെ ഭാവി നഷ്ടപ്പെട്ടു പോകും, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ചിന്തയിൽ വല്ലാത്തൊരു എതിർപ്പായിരുന്നു. അപ്പം ഒരു വാടക വീടൊക്കെ എടുക്കുമ്പോൾ എനിക്ക് സ്വാതന്ത്ര്യത്തോടെ എന്റെ കർത്താവിനെ ആരാധിക്കാലോ, കർത്താവിന്റെ വേല ചെയ്യാലോ എന്നൊക്കെയുള്ള വളരെ സന്തോഷത്തോടെ ആ വീട് എടുക്കുവാൻ ഞാൻ ആഗ്രഹിച്ചു. അപ്പോ 6000 രൂപ വാടക എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് അതിനു മുൻപ് എന്റെ ജീവിതത്തിൽ ഒരു അനുഭവമുണ്ട്. 600 രൂപ കർത്താവ് എന്റെ പേഴ്സിൽ നേരിട്ട് എനിക്ക് വെച്ച് തന്നതായ ഒരു അനുഭവം സാക്ഷ്യം എനിക്കുണ്ട്. കാരണം വീട്ടിൽ ഞാൻ തറവാട്ടിൽ ഇങ്ങനെ പ്രയർ തുടങ്ങിയപ്പോ എന്റെ പപ്പ പറഞ്ഞു, നീ പ്രാർത്ഥനയൊക്കെ വെച്ചോ, ഞാനൊന്നും പറയുന്നില്ല, നിനക്ക് സമാധാനമാണെങ്കിൽ നീ ചെയ്തോ, പക്ഷെ പ്രാർത്ഥനയ്ക്കെന്നും പറഞ്ഞ് എന്റെ അടുത്ത് കാശൊന്നും ചോദിക്കരുതെന്ന് പറഞ്ഞു. ഞാൻ ഇല്ല പപ്പ, ഞാൻ ചോദിക്കില്ല പപ്പ, എനിക്ക് പ്രാർത്ഥന വെക്കാനുള്ള അനുവാദം തന്നാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ചെറിയ പ്രാർത്ഥന കഴിയുമ്പോൾ ഒരു ചായയും ഒരു സ്നാക്സും കൊടുക്കുന്നതായ ഒരു പതിവുണ്ടായിരുന്നു. അപ്പം എനിക്ക് കടയിലൊക്കെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാശൊക്കെ പപ്പയും അമ്മയും തന്നിട്ട് എന്റെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങില്ല. അതായിരുന്നു ഞാൻ ഓരോ ആഴ്ച ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് ഞാൻ അത് ചെയ്തുകൊണ്ടിരുന്നത്. ഒരാഴ്ച ആയപ്പോ എന്റെ കയ്യിൽ കാശില്ലായിരുന്നു. അപ്പം ഞാന് മുറ്റം തൂക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും പേഴ്സൊക്കെ നന്നായിട്ട് നോക്കി എന്തെങ്കിലും ചില്ലറ ഉണ്ടോ എന്ന് നോക്കിയപ്പോ ഒന്നുമില്ല കയ്യില്. അങ്ങനെ പിന്നെ ഞാൻ പേഴ്സ് വെച്ചിട്ട് പിന്നെ ജോലിയൊക്കെ ചെയ്തിട്ട് അപ്പൊ എനിക്ക് തോന്നിയപ്പോ ഒന്നുകൂടെ എനിക്ക് പോയി പേഴ്സ് ഒന്ന് എടുത്ത് നോക്കണമെന്ന് തോന്നി. ഞാൻ എടുത്ത് നോക്കിയപ്പോ 600 നോട്ട്, അതും പുതിയ തിളങ്ങുന്ന നോട്ട്. കർത്താവ് കൊടുത്താൽ ഏറ്റവും നല്ലതേ കൊടുക്കുകയുള്ളൂ എന്നുള്ളൊരു സാക്ഷ്യം കർത്താവ് എനിക്ക് അന്ന് തന്നു. അങ്ങനെ ആ ഒരു അനുഭവ സാക്ഷ്യം ഉള്ളത് കൊണ്ട് ഈ വീടിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഞാൻ പറഞ്ഞ കർത്താവെ 600 രൂപ എനിക്ക് നേരിട്ട് എന്റെ കർത്താവ് തന്നുവെങ്കിൽ 6000 രൂപയ്ക്ക് എന്റെ അപ്പൻ വിശ്വസ്തനാണെന്ന് ഞാൻ അറിയുന്ന അപ്പാന്ന് പറഞ്ഞ് ഞാനും എന്റെ മകനും എന്റെ അപ്പനും അമ്മയുമായി ഞങ്ങൾ ആ ഭവനത്തിൽ ഞങ്ങൾ താമസം ആരംഭിച്ചു. ആ ഭവനത്തിൽ ഞങ്ങൾ വന്നപ്പോൾ തന്നെ ദൈവാത്മാവ് ഇങ്ങനെ ഇടപെട്ടു. കെരീത്തിലെ വെള്ളം വറ്റിയപ്പോൾ സാറുപാത്തിലെ വിധവയുടെ അടുക്കൽ വഴി തുറന്നതുപോലൊരു അവസ്ഥയിലൂടെ ദൈവം നിന്നെ ഇവിടെ ഈ വീട്ടിൽ നടത്തുമെന്ന് പറഞ്ഞു. അതേ അനുഭവത്തിലൂടെ തന്നെ കർത്താവിനെ നടത്തി. ആ ഭവനത്തിലായിരുന്നപ്പോൾ അനേകം കുഞ്ഞുങ്ങളൊക്കെയും എന്നെ ഫോൺ ചെയ്യുകയും അവരോടൊക്കെയും സുവിശേഷം അറിയിക്കുകയും കൗൺസിലിംഗ് ചെയ്യുകയും അവർക്കൊക്കെയും ബൈബിൾ അയച്ചു കൊടുക്കുകയും അങ്ങനെയൊക്കെയും ചെയ്യുന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷ ഭവനത്തിനകത്ത് ഇരുന്നിട്ടാണെങ്കിലും കർത്താവ് എന്നെ കൊണ്ട് ചെയ്യിച്ചു കൊണ്ടിരുന്നു.
കാരണം ഞാൻ വളരെ വേദനിക്കുന്ന അനുഭവത്തിലൂടെയും ഹൃദയം ഉറങ്ങുന്ന അനുഭവത്തിലൂടെയൊക്കെയും കടന്നു പോയപ്പോഴൊക്കെയും ഞാൻ രാത്രിയുടെ യാമങ്ങൾ എഴുന്നേറ്റിരുന്ന് എന്റെ കർത്താവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. കർത്താവെ, എന്റെ ഈ ഹൃദയം ഉറങ്ങുന്ന ഈ കണ്ണുനീര്, ഈ കരച്ചില് കർത്താവെ, അങ്ങയുടെ കൃപ എന്നിൽ പെരുകുന്നതിന് കാരണമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എന്നാൽ ആ പ്രാർത്ഥന പിന്നത്തേതിൽ വളരെ ദൈവത്തിന്റെ കൃപ എന്റെ നാവിലൂടെ വെളിപ്പെടുന്നത് കാണുമ്പോൾ എനിക്ക് വളരെ അതിശയവും ആശ്ചര്യവുമായി തോന്നി. കാരണം വിദ്യാഭ്യാസത്തിലോ കഴിവിലോ ഒന്നിനും മുന്നിലല്ലാത്ത എന്നെ ഞാൻ പല കുഞ്ഞുങ്ങളോട് സംസാരിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിന് വളരെ ആശ്വാസം പകരുകയും, ഒരുപക്ഷെ അവർ വേറൊരു വിഷയം പറഞ്ഞിട്ടായിരിക്കും എന്നോട് സംസാരിച്ചു തുടങ്ങുന്നത്. പക്ഷെ ഞാൻ സംസാരിച്ചു വരുമ്പോൾ അവരുടെ ഹൃദയത്തിലെ യഥാർത്ഥമായ കാരണത്തിലേക്ക് എന്റെ സംസാരം ചെന്നെത്തുകയും അവർ പൊട്ടിക്കരയുകയും അതിനൊക്കെയും അവരുടെ ഹൃദയത്തിന് വളരെ ആശ്വാസം കൊടുക്കുമ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ ഹൃദയം നുറുങ്ങുന്ന അനുഭവത്തിലൂടെയൊക്കെയും പോയപ്പോൾ എന്റെ അപ്പനെ വളരെ ഞാൻ ആശ്രയിച്ചു. കാരണം പലരും പറയും താൻ പാതി ദൈവം പാതി എന്ന്. ഞാൻ അവരോടൊക്കെയും പറയും, ഒരിക്കലും നിങ്ങൾ അങ്ങനെ പറയരുത്. ദൈവമാണ്, മുഴുവനായും ദൈവമാണ്. ദൈവത്തിൽ ആശ്രയിച്ചാൽ നടക്കാത്തതായിട്ടുള്ള യാതൊരു കാര്യവുമില്ല എന്ന് ഞാൻ എല്ലാവരോടും പറയും. എന്റെ ജീവിതത്തിൽ അതേ അനുഭവത്തിലൂടെ തന്നെയാണ് കർത്താവ് എന്നെ നടത്തിക്കൊണ്ടു പോകുന്നത്. അങ്ങനെ കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് കർത്താവിനെ എന്നെ കൊണ്ട് ദൈവം ഇങ്ങനെ വീട്ടിലിരുന്നിട്ട് ബൈബിളുകൾ അയച്ചു കൊടുക്കുകയും ഇങ്ങനെയൊക്കെയുള്ള ശുശ്രൂഷകൾ എന്നെ കൊണ്ട് കർത്താവ് ചെയ്തെടുത്തുകൊണ്ടിരുന്നു. വളരെ എന്റെ വിവാഹ ജീവിതം വളരെ പരാജയപ്പെട്ട ഒരു സമയത്ത് ഞാൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് ഇങ്ങനെ കടന്നു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് ഒരു പോലീസുകാരൻ എന്നോട് ചോദിച്ചു, നിങ്ങൾ ചർച്ചിലൊക്കെ പോകുന്നതല്ലേ, സ്നേഹം എന്താണ്, സ്നേഹത്തെ കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് അത് നിങ്ങൾക്കറിയാമോ, സ്നേഹം എന്താണ് പറഞ്ഞിരിക്കുന്നത്? പക്ഷെ അന്ന് എനിക്ക് അറിയില്ലായിരുന്നു സ്നേഹത്തെ കുറിച്ച് എന്താണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതെന്ന്. എന്നാൽ ആദ്യമായി കർത്താവ് എന്നെ സ്നേഹത്തെ കുറിച്ച് പഠിപ്പിച്ചു. നീ എല്ലാവരെയും സ്നേഹിക്കണം. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം അതിന്റെ 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളില് കർത്താവ് നീ സകലതും സഹിക്കണമെന്നും പൊറുക്കണമെന്നും നിഗളിക്കരുതെന്നും ഒക്കെയുള്ള വചനങ്ങൾ, സകലതും വിശ്വസിക്കണമെന്നൊക്കെയുള്ള വചനങ്ങൾ എന്നെ കർത്താവ് പഠിപ്പിച്ചു. അന്നു മുതൽ ഞാൻ എല്ലാവരെയും സ്നേഹിക്കുവാൻ തുടങ്ങി, എല്ലാവരോട് ചിരിച്ച് സംസാരിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഞാനായിരുന്നപ്പോൾ പിന്നെയും പല വേദനിക്കുന്ന അനുഭവങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ കർത്താവിന്റെ വചനത്തിലൂടെ കർത്താവ് എന്നെ ഓരോന്നും പഠിപ്പിക്കുവാൻ തുടങ്ങി. എന്റെ ഭർത്താവിൽ നിന്ന് വളരെ ക്രൂരമായ ചില അനുഭവങ്ങളൊക്കെയും ഉണ്ടാകുമ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, നീ മൂർഖനും കൂടെ കീഴടങ്ങിയിരിക്കാൻ പറഞ്ഞു. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 18-19 വാക്യങ്ങളിൽ ഇപ്രകാരം പറഞ്ഞു, നീ മൂർഖനും കൂടെ കീഴടങ്ങിയിരിക്കുക. നീ അന്യായമായി നീ പീഡനം അനുഭവിക്കുന്നുവെങ്കിൽ നിനക്കത് ദൈവസേനയിലത് പ്രസാദം എന്നൊക്കെയുമുള്ള വചനങ്ങളൊക്കെയും കർത്താവ് എന്നോട് സംസാരിച്ചു. ഞാൻ അങ്ങനെ ആ വചനങ്ങളെയൊക്കെയും അനുസരിക്കുവാൻ തുടങ്ങിയപ്പോൾ എന്റെ സ്വഭാവത്തിന് വളരെ വ്യത്യാസം വന്നു. അത് വലിയൊരു സാക്ഷ്യമാണ്. കാരണം നമ്മളെ ഉപദേശിക്കുവാൻ നമ്മൾക്ക് ആരും വേണ്ട. നമ്മൾ കർത്താവിൽ ആശ്രയിച്ചാൽ കർത്താവ് തന്നെ നമ്മൾ ഉപദേശിച്ചു വഴി നടത്തുമെന്നുള്ള വലിയ സാക്ഷ്യം കർത്താവ് എനിക്ക് തന്നു. അതിനുശേഷം കർത്താവ് എന്നോട് പറഞ്ഞു, നിന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 44-ാമത്തെ വാക്യത്തിലൂടെ കർത്താവ് സംസാരിച്ചു, നീ ശത്രുവിനെ സ്നേഹിക്കണമെന്നും നിന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും. അപ്പൊ ഞാൻ അതുവരെയും ചിന്തിച്ചിരുന്നു, കാരണം എന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടിയിട്ടൊന്നും ശത്രുക്കളോടൊന്നും ഞാൻ ആരോടും വിരോധം കാണിക്കാറില്ല, ആരോടൊന്നും പോയി ചോദിക്കാറില്ല, ഒരു ശത്രുത മനോഭാവം ആരോടും കാണിക്കാറില്ല. അപ്പൊ ഞാൻ ചിന്തിക്കുന്നത് ഞാൻ ശത്രുവിനെ സ്നേഹിക്കുന്നവളാണ്, ആ വിഷയത്തിൽ ഞാൻ പെർഫെക്റ്റ് ആണെന്നൊരു ചിന്ത എനിക്ക് ഉണ്ടായിരുന്നു. എന്നാൽ നിന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മുഴങ്കാൽ മടക്കി ചില വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പക്ഷെ എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. കാരണം എന്റെ മനസ്സിൽ അപ്പോൾ വന്ന ചിന്ത എന്ന് പറഞ്ഞാൽ, ഞാൻ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ചാൽ അവർക്ക് എന്തെങ്കിലും നന്മയുണ്ടാവും. അതെന്റെ മനസ്സിന് പറ്റുന്നില്ല. അങ്ങനെ അവർക്ക് നന്മയൊന്നും ഉണ്ടാകണ്ട. അപ്പൊ അതുവരെ ഞാൻ മൗനമായിരുന്നതെന്ന് വെച്ചാല് പ്രതികാരം യഹോവയ്ക്കുള്ളത്, യഹോവ പ്രതികാരം ചെയ്യട്ടെ, യഹോവ പ്രതികാരം ചെയ്യുന്നത് കാണുവാനാണ് ശരിക്കും ഞാൻ ആയിരുന്നത്. എന്നാൽ ഈ വചനത്തിലൂടെ കർത്താവ് എന്നോട് ഇടപെട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, അപ്പൊ ഞാൻ ഇത്രയും നാളൊരു തെറ്റായ രീതിയിലായിരുന്നു എന്റെ ജീവിതം. കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നെങ്കിലും ശരിക്കുള്ള സ്നേഹം എന്റെ ഉള്ളിൽ ഇല്ല എന്ന്
എനിക്ക് മനസ്സിലായി. അന്നു മുതൽ ഞാൻ ദൈവസനെ മുഴങ്കാൽ മടക്കി ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. കർത്താവെ, എല്ലാവരെയും സ്നേഹിക്കുവാനും നമ്മെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു കൃപ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി. അന്നു മുതൽ ഇന്നതുവരെയും കർത്താവിന്റെ കൃപയാൽ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി തെളിഞ്ഞ മനസ്സോടെ, നല്ല മനസാക്ഷിയോടെ പ്രാർത്ഥിക്കുവാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. ആദ്യമൊക്കെ ഞാൻ മൗനമായിരിക്കുന്നത് കർത്താവ് പ്രതികാരം ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ഇന്ന് ഞാൻ പലരുടെയും മുന്നിൽ മൗനമായിരിക്കുന്നത്, സഹിക്കുന്നതും കർത്താവെ, അവർക്ക് നിത്യത ഒരിക്കലും നഷ്ടമായി പോകരുതേ കർത്താവെ. നിത്യതയിൽ ദൈവമേ ഒരിക്കലും നരകത്തിൽ അവർ പോകല്ലേ യേശുപ്പാൻ. ദൈവമേ, അവരെന്നോട് ചെയ്യുന്നതിൽ അവർക്ക് കുറ്റബോധം കൊടുക്കണമേ, ദൈവസന്നിധിയിൽ അവർ മടങ്ങി വരണമേ എന്നൊക്കെയുള്ള പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു. കാരണം അതിന്റെ 48-ാമത്തെ വചനത്തിൽ പറയുന്നു, നമ്മുടെ കർത്താവ് സൽഗുണപൂർണനാകയാൽ നമ്മളും സൽഗുണപൂർണരായിരിക്കണമെന്ന്. അപ്പൊ നമ്മളെ വിളിച്ച് വേർതിരിച്ച കർത്താവിന്റെ ആഗ്രഹം നമ്മളും നമ്മുടെ കർത്താവിനെ പോലെ സൽഗുണ സമ്പൂർണരായിരിക്കണമെന്നാണ്. അങ്ങനെ കർത്താവ് ഇങ്ങനെ വചനത്തിലൂടെ ഓരോ പ്രാവശ്യവും എന്നെ ഓരോ കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. എന്റെ വാടക ഭവനത്തില് ഞാൻ ഇപ്രകാരം തന്നെ കർത്താവ് എന്നെ പഠിപ്പിക്കുന്ന പല വചനങ്ങളും ഞാൻ എന്നോട് സഹകരിക്കുന്നതായ എന്റെ സഹോദരിമാരോടും എല്ലാവരോടും ഞാൻ പറയും. എന്നോട് സംസാരിച്ച് കഴിയുമ്പോൾ അവർ പറയും, ഫോണിലൂടെ ആണെങ്കിലും എന്നോട് സംസാരിച്ച് കഴിയുമ്പോൾ അവർ പറയും, കവിത, വലിയൊരു ആരാധന കഴിഞ്ഞിറങ്ങിയ ഒരു ഫീലാണെന്ന്. കാരണം കർത്താവിനെ കുറിച്ച് സംസാരിക്കുന്നതും ആരാധനയെന്ന് വചനം പഠിപ്പിക്കുന്നു. അതുപോലെ അങ്ങനെയൊക്കെയും മറ്റുള്ളവർക്ക് ആത്മീയ വർധന ഉണ്ടാക്കുന്ന തരത്തിലൊക്കെയും ചില സംസാരങ്ങളിലൂടെയൊക്കെയും കർത്താവ് എന്നെ പഠിപ്പിക്കുന്നത് മറ്റുള്ളവരോട് ഞാൻ ഷെയർ ചെയ്യാനും അവർക്കൊക്കെ ആത്മീയ വർധനവ് വരുത്താനൊക്കെയും കർത്താവ് എന്നെ സഹായിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ ആയിരുന്നപ്പോഴാണ് എന്റെ പപ്പ മരണപ്പെടുന്നത്. എന്റെ പപ്പ മരണപ്പെട്ടപ്പോൾ ഞങ്ങൾ വളരെ സാമ്പത്തിക പ്രതിസന്ധിയിലായി, വളരെ ബുദ്ധിമുട്ടിലായി. ഞാനും എന്റെ മകനും ശരിക്കും പറഞ്ഞാല് ഞങ്ങൾക്ക് ചോറ് കഴിക്കാനുണ്ട്, പക്ഷെ അങ്ങനെ പട്ടിണിയല്ല എന്നുള്ളൊരവസ്ഥയുള്ളൂ. അങ്ങനെ ഒരു മാസത്തെ വാടക മുടങ്ങി ഞങ്ങളായിരിക്കുമ്പോൾ എന്റെ പപ്പ മരണപ്പെട്ടതിന് ശേഷം ഞങ്ങൾ വളരെ സാമ്പത്തികമായ ബുദ്ധിമുട്ടിലൂടെ ഞങ്ങൾ കടന്നുപോയി. ആ സമയത്ത് ഒരു മാസം വാടക മുടങ്ങി. ഞങ്ങളുടെ ആഹാരം കഴിക്കുന്നതെന്ന് വെച്ചാല് കഞ്ഞി വെക്കും. കഞ്ഞി വെച്ചിട്ട് മുളകും പുളിയും ഉള്ളിയും ഉപ്പും കൂടെ ഇട്ട് ഒന്ന് ഞെരടി എടുത്തിട്ട് ആ പുളിരസം അത് കഞ്ഞിയിൽ ഒഴിച്ച് എന്റെ മോന് കൊടുക്കുമ്പോൾ അവൻ കഴിക്കും. അവനും വേറെ ഒത്തിരി വലിയ കറികളൊന്നും വേണമെന്നൊന്നും നിർബന്ധം പിടിച്ചില്ല. കർത്താവിന്റെ കൃപയാൽ അമ്മ ഇത് മതിയമ്മ, പുളിയും മുളകും മതിയമ്മ എന്ന് അവനും പറയും. അങ്ങനെയാണ് ഞങ്ങൾ ആ സമയത്ത് ഞങ്ങളുടെ ആഹാരമൊക്കെ ആയിരുന്നത്. എന്നാൽ ആ സമയത്ത് എന്നെ വിശ്വാസത്തോടെ എന്റെ മകനോട് ഞാൻ വിളിച്ചു പറയുമായിരുന്നു, മോനെ, നമുക്കിപ്പോ ഇതുവരെ യേശുപ്പച്ചി നമുക്ക് എല്ലാ മാസവും വാടകയ്ക്കുള്ള സാമ്പത്തികം തരുമായിരുന്നു. ഇപ്പൊ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നെങ്കിൽ ഒരിക്കലും അടയാത്തൊരു വഴി നമുക്ക് വേണ്ടിയിട്ട് കർത്താവ് തുറക്കാനാണ് മോനെ എന്ന് ഞാൻ എപ്പോഴും പറയുമായിരുന്നു. ഏകദേശം ഒരു മാസം വരെ ഞങ്ങൾ ഇങ്ങനെ തന്നെ ആയിരുന്നു. ഒരു മാസം ആയപ്പോൾ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വഴി തുറന്നു. വാടക കൊടുക്കാനൊക്കെയും കർത്താവ് ഞങ്ങളെ സഹായിച്ചു. ആ സമയത്ത് ഞങ്ങൾക്ക് വീട്ടിൽ തന്നെ ഒരു കർത്തൃദാസൻ വരികയും ഞങ്ങൾ ഒരു സഭാരാധന തുടങ്ങുകയും ഞങ്ങൾ മുറ്റത്തെ കൺവെൻഷൻ വെക്കുകയും ട്രാക്ട് മിനിസ്ട്രി ചെയ്യുകയും അങ്ങനെ വളരെ നല്ല രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് സന്തോഷത്തോടെ കടന്നുപോയിക്കൊണ്ടിരുന്നു. അപ്പോൾ പെട്ടെന്നൊരു വയ്യായിക വന്നു. ഒരു വല്ലാത്തൊരു പനി, പക്ഷെ പുറത്ത് ടെമ്പറേച്ചർ ഒന്നുമില്ല, വളരെ കുഴഞ്ഞു പോകുന്ന ഒരവസ്ഥ. ആ സമയത്ത് ഹോസ്പിറ്റലിൽ പോവുകയും ഒന്ന് സ്കാൻ ചെയ്യാന്ന് പറഞ്ഞ് സ്കാൻ ചെയ്തപ്പോൾ എന്റെ ലിവറിനടുത്തായിട്ട് ഒരു മുഴ, അത് എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണം, ഇല്ലെങ്കിൽ അത് ക്യാൻസറായി മാറും. ഇപ്പൊ അതൊരു ഡോക്ടർ പറഞ്ഞാല് ഇപ്പൊ തന്നെ 50-50 ചാൻസ് ആണ്. പെട്ടെന്ന് എത്രയും പെട്ടെന്ന് അതിലൊരു CA-99 എന്ന് പറഞ്ഞിട്ടൊരു ടെസ്റ്റ് ഉണ്ടായിരുന്നു. അത് ശരിക്കും നോർമൽ 36-37 വരേണ്ടത്. അപ്പൊ ഡോക്ടർ പറഞ്ഞു 100-ൽ കൂടുതലാണെങ്കിൽ ഇപ്പോൾ തന്നെ കൊണ്ടുവന്ന് എന്നെ കാണിക്കണമെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് വിളിക്കുമ്പോൾ റിസൾട്ട് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി നോക്കിയപ്പോൾ ഫസ്റ്റ് നോക്കിയപ്പോൾ 197. അപ്പൊ തന്നെ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു. അപ്പൊ ഡോക്ടർ പറഞ്ഞു, വേഗത്തിൽ നമുക്കിത് സർജറി ചെയ്യാൻ, പേടിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു. എന്നാൽ പിന്നത്തേതിൽ അത് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ 315 പിന്നെ കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ചു. വല്ലാതെ അങ്ങ് എണീറ്റൊന്ന് ഇരിക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിലായി പോകും. അപ്പോഴൊക്കെയും ഒരു കർത്തൃദാസൻ എനിക്ക് വേണ്ടി ഇടിയിൽ നിൽക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെയും ചെയ്തു. പാസ്റ്റർ ഷിജു വർഗീസ് എന്ന് പറയും. ഞങ്ങളുടെ ട്രിവാൻഡ്രത്ത് മുക്കോല എന്ന് പറയുന്ന സ്ഥലത്ത് സെന്റ് തോമസ് സ്കൂളിന്റെ അടുത്ത് സഭാ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ദൈവദാസൻ. ആ ദൈവദാസനെ കർത്താവ് ആ സമയം എനിക്ക് വേണ്ടിയിട്ട് കർത്താവ് ഒരുക്കി. ഞാൻ വിളിക്കും, കർത്തൃദാസനെ എനിക്ക് തീരെ പറ്റുന്നില്ല, എനിക്ക് എണീറ്റിരിക്കാൻ പോലും വയ്യാന്ന് പറഞ്ഞ് ആ കർത്തൃദാസന് ഓടി വന്നിട്ട്
വരുമ്പോഴെല്ലാം കർത്താവ് ഓരോ വചനം വെളിപ്പെടുത്തും. അതായത് ആദ്യമായി കർത്തൃദാസന് കർത്താവ് വെളിപ്പെടുത്തിയ വചനം എന്ന് പറഞ്ഞാല്, നീ ഇനി അപ്പോസ്തലനായ പൗലോസിനോട് ദൂതൻ വന്ന് രാത്രിയിൽ പറയുന്നു, നീ ഇനി റോമിൽ നിൽക്കും എന്ന് പറയുമ്പോൾ തന്നെ അടുത്ത വചനം പറയുന്നു, ഈ പൗലോസിനെ കൊന്നിട്ടല്ലാതെ ജലപാനം കഴിക്കുകയില്ല എന്ന് പറഞ്ഞ 40-ലധികം പേര് ഉപവസിച്ചു. ആ ഭാഗമൊക്കെയും വെളിപ്പെട്ടു. അന്ന് കർത്താവ് എനിക്ക് വളരെ സൗഖ്യം തന്നു. ആ സൗഖ്യം തന്ന് കർത്താവിനാൽ ലഭിച്ചപ്പോൾ എനിക്ക് പിന്നെയും ഒരു ബലമായി. പിന്നെ ഹോസ്പിറ്റലിൽ പോയി ഞാൻ ഈ CA-99 ഞാൻ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ടെസ്റ്റ് ചെയ്യുമ്പോഴെല്ലാം ഒരു മെഡിസിൻ യൂസ് ചെയ്യാതെ തന്നെ അത് കുറയുവാൻ തുടങ്ങി. കുറഞ്ഞ് ഞാൻ ലാസ്റ്റ് 60 വരെ ഞാൻ നോക്കി. പിന്നെ ഞാൻ അത് നോക്കിയിട്ടില്ല. കർത്താവിന്റെ കൃപയാൽ പിന്നെ എന്നെ അത് സർജറിക്ക് വേണ്ടിയിട്ട് ഡോക്ടർ പറഞ്ഞു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 20-ാം തീയതി സർജറിക്ക് വേണ്ടിയിട്ട് ഡേറ്റ് ഫിക്സ് ചെയ്തു. പെട്ടെന്ന് കർത്താവ് എന്റെ ഹൃദയത്തിൽ ഒരു ബലം തന്നു, ധൈര്യം തന്നു. ദൈവാത്മാവ് സംസാരിച്ചു. ഞാൻ അനേക രോഗസൗഖ്യങ്ങൾ എല്ലാവരോടും ഇങ്ങനെ പറയുന്നതാണ്. എന്നെ ലജ്ജിപ്പിക്കുവാനാണ് ഈ രോഗം എനിക്കിങ്ങനെ വന്നിരിക്കുന്നത്. ഒരിക്കലും എന്നെ സർജറിക്ക് എന്നെ വിട്ടുകൊടുക്കുകയില്ല എന്ന് കർത്താവ് സംസാരിച്ചു. അതിൽ ഞാൻ വിശ്വസിച്ച് ഉറപ്പോടെ, ഞാൻ ഹോസ്പിറ്റലിൽ ആയിരുന്നപ്പോഴും ഞാൻ ഉറപ്പോടെ തന്നെ ഞാൻ വിശ്വസിച്ചു, കർത്താവ് എന്നെ സർജറിക്ക് വിട്ടുകൊടുക്കുകയില്ല എന്ന് പറഞ്ഞ് ഞാൻ 91 സങ്കീർത്തനമൊക്കെ എപ്പോഴും വായിക്കുകയും അത് ധ്യാനിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ 18-ാം തീയതി എനിക്ക് ഭയങ്കര ഒരു ചുമ വന്നു. 19-ാം തീയതി ഡോക്ടർ വന്നപ്പോൾ ഞാൻ ചുമച്ചു. ഡോക്ടർ പറഞ്ഞു ഇപ്പൊ സർജറി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എന്നെ ഡിസ്ചാർജ് ചെയ്യുവാനിടയായി. അങ്ങനെ ഞാൻ ഭവനത്തിൽ വന്ന സമയത്ത് എന്റെ അമ്മയ്ക്ക് സുഖമില്ലാതായി. അങ്ങനെയൊക്കെ ഞങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയി. ആ സമയത്ത് എല്ലാവരും പറഞ്ഞു ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത്, ഒരു ഹോമിയോ മരുന്ന് നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ജർമ്മൻ ഹോമിയോ നോക്കി. അത് കഴിച്ചപ്പോൾ എനിക്ക് ഒട്ടും വയ്യാണ്ടായി പോയി. പിന്നെ ശാരീരികമായിട്ട് വേദനകളും അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് എനിക്ക് എന്റെ മോനെ പോലും നോക്കാൻ വയ്യാത്തൊരു അവസ്ഥയിലേക്ക് ഞാൻ പോയി. എന്നാൽ കർത്താവിന്റെ കൃപയാൽ ഒരു 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന വെക്കുവാൻ ഇടയായി. അപ്പൊ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചിട്ട് ഞാൻ എൻ്റെ അപ്പനോട് പറഞ്ഞു, യേശുപ്പ വരുന്ന കർത്തൃദാസന്മാരെയും വരുന്ന കൂട്ടു സഹോദരങ്ങളെയൊക്കെയും എനിക്ക് മാനിക്കണം കർത്താവെ, എനിക്ക് അതിനുള്ള ആരോഗ്യം കർത്താവ് തരണമെന്ന് പ്രാർത്ഥനയുടെ ആയിരുന്നു. എന്നാൽ കർത്താവിന്റെ കൃപയാൽ ഉപവാസ പ്രാർത്ഥനയുടെ തലേ ദിവസം കർത്താവ് എനിക്ക് പൂർണ്ണ സൗഖ്യം തന്നു. പൂർണ്ണ ആരോഗ്യത്തോടെ കർത്താവ് 3 ദിവസവും എന്നെ നിർത്തി. അതിനുശേഷം ഞാൻ എല്ലാ മാസവും എൻ്റെ ഭവനത്തിൽ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനകൾ ക്രമീകരിക്കുവാൻ തുടങ്ങി. അങ്ങനെ വളരെ സന്തോഷത്തോടെ അവിടെയും ആയിരുന്നപ്പോഴാണ് എൻ്റെ അമ്മ മരണപ്പെടുന്നത്. എൻ്റെ അമ്മ മരണപ്പെട്ടപ്പോൾ എനിക്കത് വലിയ വിഷമമായിരുന്നു. കാരണം ഞാനും എൻ്റെ മകനും മാത്രം, ഞങ്ങളുടെ അമ്മയും പപ്പയും ഞങ്ങളെ കൊണ്ട് നടന്ന് പരിപാലിക്കുന്ന ഒരു രീതിയായിരുന്നു. എനിക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യുവാനൊന്നും അറിയില്ല. പക്ഷെ കർത്താവ് ഒത്തിരി വേദനിക്കുന്ന അനുഭവത്തിലൂടെയൊക്കെയും കടന്നുപോയി. എങ്കിലും അനാഥത്വം എന്തെന്ന് ഞാൻ അനുഭവിച്ചിട്ടില്ല. കർത്താവെ, ഈ അനാഥത്വം ഞാൻ എങ്ങനെ ഫേസ് ചെയ്യും? കർത്താവെ, ഞാൻ എങ്ങനെ ഈ അനാഥത്വത്തിൽ നിന്ന് മറികടക്കും? ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ വളരെ പൊട്ടിക്കരഞ്ഞു. എൻ്റെ മകനെ ചുറ്റിപ്പിടിച്ച് ഞാനും എൻ്റെ മകനും ഒക്കെ ഒത്തിരി ഞങ്ങൾ കരഞ്ഞു. ആ സമയത്ത് കർത്താവ് പറഞ്ഞു, നീ അനാഥയായി പോകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാണെന്ന് പറഞ്ഞു. അതിനുശേഷം കർത്താവ് ഏകദേശം 1 മാസം ഞാൻ അങ്ങനെ വല്ലാതെ കരഞ്ഞു. ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ സങ്കടപ്പെട്ടു. കാരണം ആരുമില്ലാത്തൊരവസ്ഥ. ഒരു കുടുംബത്തിലെ ഒരു കല്യാണമോ മരണമോ എന്ത് വന്നാലും എൻ്റെ അമ്മയും പപ്പയും ആണ് പോകുന്നത്. മകൻ ഇങ്ങനെ ഒരു അവസ്ഥ ആയതുകൊണ്ട് ഞാൻ ഒരിടത്തും പോകാറില്ല. അങ്ങനെ വന്നപ്പോ ബന്ധുക്കളിൽ നിന്നൊക്കെയും ഒത്തിരി അകന്നൊരു ജീവിതമാണ്. അങ്ങനെ ഞങ്ങൾ ആ ഒരു അനാഥത്വം 1 മാസം ശരിക്കും മനസ്സിന് ഫീലായി. ഞങ്ങൾ ഒത്തിരി സങ്കടപ്പെട്ടു. എന്നാൽ കർത്താവ് ആ സങ്കടവും എൻ്റെ ഹൃദയത്തിൽ നിന്ന് മാറ്റി തന്നു. ഞാൻ ഹൃദയത്തിൽ എന്ത് ആഗ്രഹിച്ചാലും എനിക്ക് തരുന്ന നിലവാരത്തില് സ്വർഗത്തിലെ അപ്പച്ചൻ എനിക്ക് എന്നെയും എൻ്റെ പൈതലിനെയും വഴി നടത്തുന്നു. ഞങ്ങൾക്ക് സ്പോൺസർമാർ അങ്ങനെ ഒന്നുമില്ല. എങ്കിലും ഓരോ മാസവും ഞങ്ങൾക്ക് അത്ഭുതമാണ്. ഞങ്ങൾ വാടക കൊടുക്കുന്നത്. ഞങ്ങൾ വാടക ഭവനമാണ്. ഞങ്ങൾക്ക് കർത്താവിന്റെ വേല ചെയ്യണം. വാടക ഭവനമായാലും ഞങ്ങൾക്ക് കർത്താവിന്റെ വേല ചെയ്യണം. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങൾ പുതിയൊരു ഭവനത്തിലേക്ക് മാറി. അപ്പോഴും ഇവിടെ ഞങ്ങൾക്ക് ദൈവവേല ചെയ്യാനൊക്കെ ഒത്തിരി ഇവിടെ വലിയ സൗണ്ടില് ആരാധിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണെങ്കിലും ഞങ്ങൾ അതൊക്കെ അടച്ചിട്ടിരുന്ന് വീട്ടിനകത്തിരുന്നാണെങ്കിലും എല്ലാ വെള്ളിയാഴ്ചയും ഞങ്ങളുടെ ഭവനത്തില് ഉപവാസ പ്രാർത്ഥന, കർത്തൃദാസൻ കടന്നു വരും, ഞങ്ങളുടെ കൂട്ടുവിശ്വാസികൾ കടന്നു വന്ന് ഞങ്ങൾ ഉപവാസ പ്രാർത്ഥന വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
അങ്ങനെ എവിടെയായിരുന്നാലും കർത്താവിന്റെ വേല ചെയ്യുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മാസത്തില് സർജറിക്ക് എന്നെ വിധേയമാക്കുവാൻ സാത്താൻ ശ്രമിച്ചു എങ്കില് പിറ്റേ വർഷം ഈ വർഷം ഓഗസ്റ്റ് മാസം ആയപ്പോൾ കർത്താവിന്റെ വേലയുമായിട്ട് എഴുന്നേൽക്കാൻ, അതായത് വചന ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ചില വേദികളൊക്കെയും കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കി. അതെന്റെ ദൈവം എന്തെന്ന വലിയൊരു സാക്ഷ്യമാണ്. കാരണം ആ മാസത്തിൽ തന്നെ കർത്താവിന്റെ വചനവുമായിട്ട് നിൽപ്പാൻ കർത്താവ് ചില വേദികൾ ഒരുക്കുക എന്ന് പറയുമ്പോൾ അത് തന്നെ വലിയൊരു സാക്ഷ്യമാണ്. എന്നെ ഇത്രത്തോളം എന്നെ സ്നേഹിക്കുന്നതായ, എന്നെ മാറോട് ചേർത്തണച്ച് എന്നെ നിർത്തുന്നതായ എന്റെ യേശുപ്പച്ചന് ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു. അനേകർക്ക് ഒരു ആത്മീക വർധനവ് വരുത്തുന്നതിനാണ് കർത്താവ് എന്നെ ആക്കിയിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം കർത്താവ് എന്നോട് സംസാരിക്കുന്ന വചനങ്ങള് ഞാൻ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുമ്പോൾ പിന്നത്തേതിൽ അവരും വളരെ നന്നായി പ്രാർത്ഥിക്കുകയും കർത്താവുമായി വളരെ നല്ലൊരു ബന്ധം അവർക്ക് ഉണ്ടാകുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ വർഷത്തിലെ ജനുവരി മാസത്തില് ഒരു കർത്തൃദാസൻ ഇപ്രകാരം എന്നോട് ഒരു ആലോചന പറഞ്ഞു. കിടപ്പ് രോഗികളായിട്ടുള്ളവരുടെ ഭവനത്തിൽ ദൈവം നിന്നെ അയക്കുമെന്ന്. ഈ ദിവസങ്ങളിൽ അതുപോലെ തന്നെ ചില ആഴ്ചകൾക്ക് മുൻപ് അങ്ങനെ ഒരു ഭവനത്തിൽ കടന്നു പോകാനും അങ്ങനെയുള്ള ഒരു വ്യക്തിയോട് ഒരു പ്രാർത്ഥനയെ കുറിച്ച് സ്തോത്രം ഞാൻ പറഞ്ഞു, ഒത്തിരി സമയമുണ്ടല്ലോ, ഒത്തിരി ഒരു ദിവസത്തിന്റെ ദശാംശം കൃത്യമായി ദൈവത്തിന് കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് മുതൽ അവര് അതനുസരിക്കുകയും പിറ്റേ ദിവസം എന്നെ വിളിച്ച് വലിയൊരു സാക്ഷ്യം പറഞ്ഞു. പ്രാർത്ഥിച്ചുകൊണ്ട് കിടന്നപ്പോൾ ദൂതൻ ഇറങ്ങി അവരുടെ അടുക്കൽ നിൽക്കുന്ന ഒരു അനുഭവം അവര് കണ്ടു എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് മനസ്സിലായി കർത്താവ് അനേകർക്ക് ഒരു ആത്മീക വർധനവ് വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അനേകം ഇതുപോലെയുള്ള രോഗാവസ്ഥയിലും ഹൃദയം നുറുങ്ങുന്ന അവസ്ഥയിലൂടെയൊക്കെയും കർത്താവ് കൊണ്ടുപോയത്. കാരണം എല്ലാവരും പറയും ഈ സെർബ്രൽ പാൾസി എന്ന രോഗമാണ് എൻ്റെ മകൻ. അപ്പോ ജന്മനാൽ ഒരു വൈകല്യമുള്ളവരെ എല്ലാവരും ശരിക്കും അവർക്കൊരു കെയറിങ് ഒന്നും കൊടുക്കാതെ ഇനി ഇത് ഇങ്ങനെ സംഭവിച്ചു, ഇനി ഇത് ഇങ്ങനെ തന്നെ എന്നാണ് ഞാൻ പലയിടത്തും ഞാൻ അങ്ങനെ കണ്ടു. കാരണം എനിക്ക് സാഹചര്യം ഇല്ലാത്ത സ്ഥാനത്ത് പോലും എൻ്റെ മകനെ ഞാൻ എല്ലാ ആഴ്ചയിലും ഞാൻ ആരാധനയ്ക്ക് കൊണ്ടുപോകും. കാരണം ആലയത്തിൽ ഒരു പുഷ്ടിയുണ്ട്, ആ പുഷ്ടി എൻ്റെ മകന് വേണം. അതെന്റെ വലിയൊരു ആഗ്രഹവും നിർബന്ധവുമായിരുന്നു. എൻ്റെ മകനെ കുഞ്ഞിലെ ഞാൻ ഏറ്റവും ഫ്രണ്ടിലാണ്, ഞാൻ ബാക്കിലിരിക്കില്ല, ഞാൻ കൊണ്ടുവന്ന് ഏറ്റവും ഫ്രണ്ടിൽ കിടത്തും. ഫ്രണ്ടിൽ അവനെ കിടത്തുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ അവനെ യൂറിൻ പാസ് ചെയ്യണം. ഞാൻ ആ യൂറിൻ ക്യാനിൽ യൂറിൻ എടുത്ത് എനിക്ക് വളരെ നാണക്കേടൊക്കെ തോന്നും. എങ്കിലും ഞാൻ മനസ്സിൽ പറയും, കർത്താവേ ഇത് നാളെ എനിക്ക് മാനിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കർത്താവ് എന്നെ കൊണ്ടുവരും, എന്നെ കർത്താവ് മാനിക്കാനാണിത്, അതിനാണ് ഞാൻ ഈ ഇന്ന് അനുഭവിക്കുന്നത് എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇതൊക്കെയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നത്തെ ഒരു സ്ഥലത്ത് ഞാൻ പോയപ്പോൾ അവർ നല്ല കാശൊക്കെ ഉള്ളവരാണ്, അവർക്ക് കൊണ്ടുപോകാൻ വീട്ടിൽ വാഹനമൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിലും ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ ഞാൻ മകളെ കൊണ്ടുപോകത്തില്ല, മകളെ വീട്ടിൽ ഞങ്ങൾ ആക്കിയിട്ട് ഞങ്ങൾ ആരാധനയ്ക്ക് പോകുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളുള്ള ഒത്തിരി മാതാപിതാക്കള് ഇതിപ്പോ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു, ഇനി ഇത് ഇങ്ങനെ തന്നെ. അങ്ങനെ അല്ല. ബൈബിൾ നമ്മൾ വാസ്തവമായി പഠിക്കുമ്പോൾ ജന്മനാ മുടന്തനായവനെ, കുരുടനായവനെ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിന് മുൻപിൽ ജന്മനാ മുടന്തനായവനെ എഴുന്നേൽപ്പിച്ച് നടത്തിയ യഹോവയുടെ ശക്തി ഇന്നും കുറഞ്ഞു പോയിട്ടില്ല. ആ ശക്തി തന്നെയാണ് ഇന്നും നമ്മുടെ കൂടെ ഉള്ളത്. പക്ഷേ നമ്മുടെ അവിശ്വാസം അത് മുഖേനയാണ് ഇതൊന്നും സംഭവിക്കാത്തത്. കാരണം ഒരു ജനിച്ചപ്പോൾ ഒരു മനുഷ്യരൂപം മാത്രമായി ജനിച്ച എൻ്റെ മകന് യേശു കർത്താവിനോട് കൂടെ ഇരുന്ന് അവനിനി ഞങ്ങൾക്കൊന്ന് എഴുന്നേറ്റ് നടക്കണം, അവനൊന്ന് സ്ഫുടതയോടെ സംസാരിക്കണം, ഈ രണ്ട് കാര്യമേ അവനിൽ ഇനി സംഭവിക്കാനുള്ളൂ. ഇത്രത്തോളം മാറ്റം. കാരണം നമ്മളെപ്പോലെ സാധാരണ ആൾക്കാരെ പോലെ വെള്ളം ഒന്നിങ്ങനെ സിപ്പ് ചെയ്ത് കുടിക്കാനുള്ള കഴിവൊന്നുമില്ലായിരുന്നു എൻ്റെ പൈതലിന്. എല്ലാം ഉപവാസത്താലും പ്രാർത്ഥനയാലുമാണ് കർത്താവ് ഓരോ പ്രാവശ്യം ഓരോ മാറ്റം എൻ്റെ കുഞ്ഞിന് കൊടുക്കും. അതും ഉപവസിക്കുമ്പോൾ എല്ലാ ദിവസവും ഞാൻ എൻ്റെ മകനെയും കൊണ്ടുപോയി, 21 ദിവസം ഉപവസിക്കുമ്പോഴും എൻ്റെ മകനെയും കൊണ്ടുപോയാണ് ഞാൻ ഉപവസിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ എൻ്റെ കർത്താവിന്റെ സന്നിധിയിൽ ഇങ്ങനെയുള്ള എന്നെ കേൾക്കുന്ന ഓരോ മാതാപിതാക്കളോടും എനിക്ക് പറയുവാനുള്ളത്, നിങ്ങൾ ദൈവസന്നിധിയിൽ വില കൊടുത്ത് കർത്താവിൽ പൂർണ്ണമായ ആശ്രയം വെച്ചാൽ നിങ്ങളുടെ മക്കൾ ഇങ്ങനെ അവസ്ഥയിലാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ തലമുറകൾ ഏത് അവസ്ഥയിലും ആയിക്കോട്ടെ, നമ്മുടെ തലമുറയെ ഒന്നാമതായി ഞാൻ വിശ്വസിക്കുന്നത് ഒരു മക്കളെ യേശുപ്പച്ചൻ അമ്മമാരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ഒരു അമ്മയുടെ പ്രാർത്ഥനയാണ്. കാരണം നമ്മൾ എന്ത് ചെയ്യുന്നു അതാണ് നമ്മുടെ മക്കൾ കണ്ടുപഠിക്കുന്നത്. ഞാൻ രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റിരുന്ന് ഞാൻ വളരെ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ എൻ്റെ കുഞ്ഞിന് വളരെ വലിയ ഇതൊന്നുമില്ലാണ്, മൂന്ന് വയസ്സൊക്കെ എന്ന് പറയുമ്പോൾ അവന് വളരെ 3 വയസ്സിൻ്റെതായ വളർച്ചയൊന്നുമില്ല. പക്ഷെ ഞാനിരുന്ന് പ്രാർത്ഥിക്കും. അപ്പൊ എൻ്റെ മകൻ കിടന്ന് ഉറങ്ങുന്നതാണ് ഞാൻ കാണുന്നത്. പക്ഷെ ഞാൻ ഒരു ദിവസം രാത്രിയുടെ യാമത്തിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ ഈ ഭവനത്തിനകത്ത് സ്വർഗത്തിൽ അഗ്നി ഇറങ്ങട്ടെ, സ്വർഗത്തിൽ അഗ്നി ഇറങ്ങട്ടെ, ഇവിടെ സ്വർഗത്തിൽ അഗ്നി വ്യാപരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ
അങ്ങ് ശക്തമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്റെ അടുത്ത് കിടന്നിട്ട് ഒരു സൗണ്ട് ഞാൻ കേൾക്കുകയാണ്, യേശുപ്പച്ച വെളിയിൽ മാത്രം കത്തിട്ട്, പുറത്ത് മാത്രം കത്തട്ടെ, പുറത്ത് മാത്രം കത്തട്ടെ. അപ്പം അന്ന് എനിക്കൊരു വലിയ തമാശയായിരുന്നു. എന്നാലും ഞാൻ ചിന്തിച്ചത് എന്റെ മകൻ കിടന്ന് ഉറങ്ങുന്നു, എന്റെ മകൻ കേൾക്കുന്നില്ല എന്ന്. പക്ഷെ അവൻ കേട്ടു, അകത്തും പുറത്തും തീ കത്തട്ടെ എന്ന് അമ്മ പറയുന്നത്. അപ്പൊ അവന് പെട്ടെന്ന് പേടി തോന്നി, അകത്ത് തീ കത്തിയാലെന്ന് അവൻ ചിന്തിച്ചു. അപ്പം അതന്ന് എനിക്ക് തമാശയായി തോന്നിയെങ്കിലും പിന്നത്തേതിൽ എനിക്ക് മനസ്സിലായി, നമ്മൾ അമ്മമാരെന്ത് ചെയ്താലും നമ്മുടെ മക്കൾ അത് കണ്ടുപഠിക്കും. അപ്പൊ നമ്മുടെ മക്കളെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നത് അമ്മമാരെ തന്നെയാണ്. നമ്മൾ തന്നെയാണ് അവർക്ക് വഴികാട്ടിയായി നിൽക്കേണ്ടത്. ഞാൻ എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്റെ കർത്താവിനോട് ചോദിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ എന്റെ പപ്പയെ ഒത്തിരി കഷ്ടപ്പെടുത്തരുതെന്നൊരു മനോഭാവം എനിക്കുള്ളത് കൊണ്ട് എനിക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എന്റെ യേശുപ്പാ എനിക്കത് വേണം, ഞാൻ അങ്ങനെ ചോദിക്കും. എന്റെ മകൻ എന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞാലും എന്റെ മകനോട് ഞാൻ പറയും, മക്കളെ യേശുപ്പനോട് ചോദിക്കുന്നു പറയും. അത്ഭുതകരമായിട്ട് അവൻ അങ്ങനെ തന്നെ അവൻ ചോദിക്കും, കർത്താവ് അത്ഭുതം ചെയ്യും. ഏതൊരു ആവശ്യം അവൻ എന്റെ കർത്താവിനോട് ചോദിച്ചാൽ, അവൻ ഇപ്പോഴും അങ്ങനെയാണ്. ഏതൊരു ആവശ്യം അവൻ എന്റെ കർത്താവിനോട് ചോദിച്ചാലും കർത്താവ് അവന് നൽകും. എന്നാൽ മടുത്തു പോകാതെ പ്രാർത്ഥിക്കും. നമ്മളൊക്കെ ചില കാര്യങ്ങൾ കുറച്ച് ദിവസം ചോദിച്ച് കിട്ടിയില്ലെങ്കിൽ മൗനമായിരിക്കും. പക്ഷെ എന്റെ മകൻ അവനത് കിട്ടുന്നത് വരെ പ്രാർത്ഥിക്കും. അപ്പൊ അതെനിക്ക് വളരെ, നമ്മൾ അല്പം ചെയ്താൽ നമ്മളെ മക്കൾ അതിനേക്കാൾ അധികം നമ്മുടെ മക്കളെ കൊണ്ട് കർത്താവ് ചെയ്യിപ്പിക്കും. അതിന് നമ്മുടെ അമ്മമാരുടെ പ്രാർത്ഥന മാത്രം മതി അവർക്ക്. നമ്മൾ വേറെ ഒന്നും അവരെ ഉപദേശിക്കേണ്ട. കർത്താവിന്റെ സന്നിധിയിൽ അവർക്ക് വേണ്ടി ഇടിവിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ മതി എന്നൊരു വലിയൊരു സാക്ഷ്യം തന്നെ കർത്താവ് എന്റെ മകനിലൂടെ സ്വർഗത്തിലെ ദൈവം എനിക്ക് നൽകി. ഓക്കെ കവിത, കർത്താവ് സഹായിക്കട്ടെ, നിങ്ങളെ കർത്താവ് ബലപ്പെടുത്തിട്ട്. കവിതയ്ക്ക് ഇനി എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ, പറയാനുണ്ടോ, കൺക്ലൂഷൻ ചെയ്യാൻ? ഇനിയും കർത്താവിന്റെ സന്നിധിയില് ദൈവത്തിന്റെ വേല ചെയ്ത് കർത്താവിന്റെ ഉത്തമ സാക്ഷികളായി ജീവിക്കുവാൻ എനിക്കും എന്റെ കുഞ്ഞിനും കഴിയുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ ആർക്കെങ്കിലും ഹൃദയം നുറുങ്ങിയിരിക്കുന്നതായ അവസ്ഥയിൽ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ആമേൻ. ഹല്ലേലൂയ. നമ്മെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ വചനം പറയുന്നു, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു. ദൈവത്തിന്റെ വചനത്തിൽ പിന്നെയും നാം കാണുന്ന അനേക കഷ്ടങ്ങളിലൂടെ നാം സ്വർഗരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു. എന്നാൽ ചോദിക്കും, എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെയൊന്നുമില്ല. കർത്താവ് പ്രത്യേകമായി ചില വ്യക്തികളെ കർത്താവ് ഓരോ ഉദ്ദേശത്തോടാണ് കർത്താവ് തിരഞ്ഞെടുക്കുന്നത്. ആ കർത്താവിൻ്റെ ഉദ്ദേശം ഓരോ വ്യക്തികളിലും കർത്താവ് പൂർത്തീകരിക്കും. പ്രിയ സഹോദരിയുടെ ജീവിതത്തിൽ നാം കേട്ടല്ലോ, വലിയ മാനുഷികമാകുന്ന രീതിയിൽ നമുക്ക് കേട്ടാൽ വലിയ കഷ്ടതയുടെ അനുഭവമാണെന്നാലും തൻ്റെ പ്രത്യാശയുടെ വാക്കുകൾ കേൾക്കുവാൻ കർത്താവ് വിടുവിക്കുന്ന വിധങ്ങൾ, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ആ പൈതലിന് കർത്താവ് കൊടുക്കുന്ന വിധങ്ങളെക്കുറിച്ച് നമുക്ക് കേൾക്കുവാനിടയായി തീർന്നു. കർത്താവിനാൽ കഴിയാത്തതൊന്നുമില്ല. നമ്മുടെ ദൈവം ഇന്നും ജീവിക്കുന്നു. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവ് ആ പൈതലിന് പൂർണ്ണ വിടുതൽ കൊടുക്കട്ടെ. അമ്മയും മകനെയും കർത്താവ് സഹായിക്കട്ടെ. കർത്താവിൻ്റെ വേലയ്ക്ക് ഒരു വലിയ മുതൽക്കൂട്ടായി മാറുവാൻ കർത്താവ് ഇടയാക്കി തീർക്കട്ടെ. അനേകർക്ക് നിങ്ങളൊരാശ്വാസമായി തീരട്ടെ. നിങ്ങളിലൂടെ കർത്താവിൻ്റെ നാമം മഹിമപ്പെടട്ടെ. ഓക്കെ, എത്രത്തോളം സമയം ഞങ്ങളോട് കൂടെ ആയിരുന്നതിന് കവിതയ്ക്ക് കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. ആമേൻ. കവിതയൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമാകും ഞങ്ങൾ വാഴ്ത്തപ്പെട്ട സ്വർഗത്തിലെ നല്ല കർത്താവേ, അങ്ങ് തന്ന നല്ലതും മനോഹരമായി നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പാ. ഹല്ലേലൂയ കർത്താവേ, ഇത്രയും സമയം എന്റെ കർത്താവേ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തതായ ഉപകാരങ്ങളെ ഹല്ലേലൂയ പ്രസ്താവിക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന വിലയേറിയ ഭാഗ്യത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പാ. എന്റെ സാക്ഷ്യവാചകങ്ങൾ കേട്ടതായ ഓരോ വ്യക്തികളെയും ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവേ. എന്റെ ദൈവത്തിന്റെ മഹാകരുണ വെളിപ്പെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവിനോട് കൂടെ ചേർന്നിരുന്ന് എന്റെ കർത്താവിനെ മുറുകെ പിടിച്ച് ഹല്ലേലൂയ കർത്താവേ ഈ ദിവസങ്ങളിൽ മുന്നോട്ടോട്ടം ഓടുവാൻ എല്ലാവരെയും എന്റെ കർത്താവ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഈ ജോയ്സ് ടിവിയെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഹല്ലേലൂയ കർത്താവേ. ഇതിന്റെ എല്ലാ പ്രേക്ഷകരെയും സ്വർഗത്തിന്റെ ദൈവത്തിന്റെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നാഥ. എന്റെ കർത്താവിന് വലിയ സാക്ഷികളായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേക സാക്ഷികൾ ഇനിയും ഹല്ലേലൂയ കർത്താവേ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ.